ഇത് കാണിക്കുന്ന മര്യാദയാണോ? ഞാൻ മലയാളി, ഞാൻ ഇവിടെ ഉള്ളവനാണ്, ഞാൻ ദൂരെ നിന്ന് വന്നതല്ല. ഒരു മര്യാദ വേണ്ടേ? നമ്മളെല്ലാം ബിസിനസ് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എനിക്കൊരു മോനസും പണ വേണ്ട സ്വാമി, ഞാൻ ഇവിടുത്തുകാരൻ തന്നെ. വില പട്ടിക അവർ പ്രദർശിപ്പിച്ചിട്ടില്ല, തോന്നുന്ന വിലയാണ്. 4 ദോശയും 3 പൊറോട്ടയും 3 ചായയും വാങ്ങിയപ്പോൾ ഹോട്ടലുകാർ ഈടാക്കിയത് 430 രൂപ. എരുമേലി ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന ശരവണ ഹോട്ടലാണ് ഇത്തരത്തിൽ അമിത വില ഈടാക്കിയത്. ഉപഭോക്താവ് ഇത് ചോദ്യം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ജ്യോതിഷ് നാരായണനാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത്. ഈ ദോശയ്ക്ക് 70 അത് എവിടുത്തെ ന്യായമാണ്? ഞാൻ തെറ്റ് പറഞ്ഞില്ലല്ലോ, ഞാൻ ദോഷം പറഞ്ഞു. ഈ ബില്ല് എനിക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ 430 രൂപ എത്ര സാധനത്തിൽ തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതെവിടെ എത്ര രൂപ ഓരോ സാധനത്തിൽ? പൊറോട്ടയ്ക്ക് എത്ര രൂപ ഇവിടെ ബില്ല്? ഒരു പൊറോട്ടയ്ക്ക് എത്ര രൂപ? 12 രൂപ. 2 പൊറോട്ട മേടിച്ചുള്ളൂ, 24 രൂപ. ചായക്ക് എനിക്ക് മാത്രമല്ല, ഈ വരുന്ന ആൾക്കാർ കഴിക്കാൻ വരുന്നതല്ലേ ഇവരെല്ലാം. ഇതിന് 70 തരാൻ പറ്റത്തില്ല. ഇത് ന്യായമായിട്ടുള്ള നിങ്ങൾ പറയുന്നത്. എനിക്ക് 70 വിഷയമല്ല. നിങ്ങൾക്ക് എത്ര രൂപ വേണം? നിങ്ങളുടെ ബിസിനസ് എനിക്ക് ദിവസം നല്ലാതെ തരും. ബിസിനസ് എനിക്ക് നല്ലാതെ തരും. നിങ്ങൾക്ക് എന്നെ പറ്റി തരുവാ? നിങ്ങൾക്ക് എന്നെ പറ്റി തരുവാ? ഈ സ്ഥലത്ത് 430. ഇത് കാണിക്കുന്ന മര്യാദയാണോ? ഞാൻ മലയാളി, ഞാൻ ഇവിടെ ഉള്ളവനാണ്, ഞാൻ ദൂരെ നിന്ന് വന്നതല്ല. ഞാൻ നിങ്ങളെ തെറ്റ് പറയാൻ ബിസിനസ് ചെയ്തു. നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ ബിസിനസ് ചെയ്യാം, ന്യായമായിട്ട് ബിസിനസ് ചെയ്യണം. ഈ സാധനം ഇതെടുത്ത വീഡിയോ എടുത്തിട്ടുണ്ടോ? ഈ കടയുടെ സാധനം എടുത്ത് ഇതെനിക്കറിയാം. നാളെ ഈ കട തുറക്കത്തില്ല. ഞാൻ എനിക്കറിയാമല്ലോ. 50 രൂപ മൈനസോ? ഇതിനപ്പം നിങ്ങൾ എത്ര ബില്ലിടുന്നത് പറ. ഈ ദോശ എന്ത് ബില്ലിടും? ഇതിനു വേണ്ടി ഇതിനകത്ത് എവ്വളോ കാണിട്ട് ഇരിക്കും. നിങ്ങൾ ഈ പറയുന്ന 70 രൂപ ചണ്ട പിടിക്കല്ല, മര്യാദ. നമ്മുടെ കുഞ്ഞുങ്ങൾ തിന്നുന്നതല്ലേ, എനിക്ക് ഒരു പൈസയും കുറവാണ് വേണ്ട. നിങ്ങളെടുത്ത ബില്ല് എടുത്തു, നാളെ എനിക്കറിയാൻ എന്തോ വേണം. നിങ്ങളെടുത്ത് ബില്ല് എടുത്തു. ഈ ബില്ലിന്റെ ഇതാണ് ബില്ലാണ്. ഒരു മര്യാദ വേണ്ടേ? നമ്മളെല്ലാം ബിസിനസ് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എനിക്കൊരു മോനസും പണ വേണ്ട സ്വാമി, ഞാൻ ഇവിടുത്തുകാരൻ തന്നെ. ഞാൻ വേറെ ഒന്നും പറഞ്ഞു വന്നതല്ല, പറഞ്ഞു വന്ന ആളല്ലേ. ഞാൻ വേറെ ഒന്നും പറഞ്ഞു. നിങ്ങളാ വരുന്നവരെല്ലാം കാണിക്കുന്ന പരിപാടി ഇത്. 10-ാം തീയതി വൈകിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഞങ്ങൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ആഹാരം കഴിക്കുന്ന ഒരു സമയത്ത് ഒരു 7:30-8 മണി സമയത്താണ്. അപ്പോൾ ഞാനും ഉണ്ട്, എൻ്റെ 2 സുഹൃത്തുക്കളും ഉണ്ട്. ഞങ്ങൾ പോയി ആഹാരം കഴിച്ചിട്ട് തിരിച്ചിറങ്ങി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. കാരണം ഒരുപാട് പേര് വന്ന് ആഹാരം കഴിക്കുന്നുണ്ട്, കഴിച്ചിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഞാനും ചെന്ന് എൻ്റെ ബില്ല് പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയൊരു പേപ്പർ, അതായത് ടിക്കറ്റ് പോലുള്ളൊരു പേപ്പറിലാണ് ഇവർ ഈ ബില്ല് എഴുതി തരുന്നത്. 4 ദോശയും 3 പൊറോട്ടയും 3 ചായയും, ഇത്രയാണ് ഞങ്ങളുടെ ബില്ല് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കൊണ്ട് കൊടുത്തപ്പോൾ 430 രൂപ എഴുതി തന്ന സമയത്ത് ഞാൻ ഇവരോട് ചോദിച്ചു, എന്താ ഇത് ഇങ്ങനെ? അപ്പോൾ അവർ പറഞ്ഞിട്ട് അങ്ങനെയാണ്, ഇപ്പം ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഹാർഷായിട്ട് സംസാരിച്ചു, ഇത് പറ്റത്തില്ല, ഇത് മര്യാദയല്ല എന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നമുക്കൊരു 50 രൂപ കുറച്ച് തരാമെന്ന് പറഞ്ഞു. അത് ഞാൻ ആ വീഡിയോയിൽ അത് കാണാൻ സാധിക്കുന്നതാണ്. 50 രൂപ കുറച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പം ഞാനൊരു 50 രൂപ കുറച്ച് മേടിച്ചെന്ന് പറഞ്ഞാലും ഞാൻ കഴിഞ്ഞ് വരുന്നവരോട് എന്നോട് 50 രൂപ കുറച്ചെങ്കിൽ അവരൊരു 100 രൂപ ഈടാക്കുമല്ലോ. അങ്ങനൊരു സാഹചര്യം വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ അവരോട് പറഞ്ഞു, പറ്റത്തില്ല, ഇതിന് നല്ല നടപടി ആയിട്ടുള്ള രീതിയിൽ ഞാൻ മുമ്പോട്ട് പോകുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് പോയത്. അവർ പറഞ്ഞ അത്ര എമൗണ്ട്, ബില്ല് എമൗണ്ട് എത്രയാണോ അത്ര എമൗണ്ടും കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ചിറങ്ങി പോകുന്നത്. മസാല ദോശയല്ല, സാധാ ദോശ തന്നെയാണ്. അപ്പോൾ അതിലൊരു 10 ദോശ ഒരാൾ, നല്ല വിശപ്പുള്ള ഒരാൾ കഴിച്ചാലും വയറ് നിറയത്തില്ല. അതിലൊരു ദോശയ്ക്ക് 70 രൂപയാണ് അവർ ഈടാക്കുന്നത്. ശരവണ ഹോട്ടൽ, അതായത് എരുമേലി അമ്പലത്തിന് സമീപത്തുള്ളൊരു ഹോട്ടലാണ്. എനിക്ക് മുമ്പ് കഴിച്ചിട്ടുള്ള ആളുകളും ഇതുപോലെ തന്നെ അവർ വന്ന് പൈസ കൊടുത്തിട്ട് പോകുന്നു. പക്ഷെ അവർ ഇത് പുറത്ത് പറയുന്നില്ലെങ്കിൽ പോലും അവരുടെ മുഖത്തും അവരുടെ രീതിയിലുള്ള ആ എക്സ്പ്രഷൻസ് കാണുമ്പോൾ അറിയാം നമുക്ക് ഇവരുമായിട്ടുള്ള ഒരു അമർഷം അവർക്ക് അറിയാം. ഭക്ഷണം കഴിച്ചതിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് പലരും പ്രതികരിക്കാതെ പോവുകയാണ്. അതെ, അങ്ങനെയാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒന്നും പറയണ്ട, നാണക്കേടില്ല എന്നോർത്ത് പോവാണ്. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ വിഷമം തോന്നി. കാരണം വിശന്ന ഒരാൾ എവിടെ കയറി ചെന്നാലും ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു കാര്യം നമ്മുടെ നാട്ടിൽ പുറത്തുനിന്ന് ഒരാൾ വന്ന് ചെയ്യുമ്പോൾ നമുക്കത് കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മൾ അതിനകത്ത് പ്രതികരിക്കേണ്ടത്. അല്ലാതെ നമ്മളൊരാളെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ ഉപജീവനം നമുക്ക് തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കാനോ
അങ്ങനെ വേണ്ടി ചെയ്ത ഒരു കാര്യമല്ല. ഈ ഹോട്ടലിൽ വില വിവര പട്ടിക പ്രദർശിപ്പിച്ചിട്ടില്ലായിരുന്നോ? വില വിവര പട്ടിക പ്രദർശിപ്പിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഇട്ട ആ ഒരു പോസ്റ്റിൻ്റെ മുകളിൽ ഞാനത് സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്. വില വിവര പട്ടിക അവർ പ്രദർശിപ്പിച്ചിട്ടില്ല, തോന്നുന്ന വിലയാണ്. ഇപ്പോൾ പൈസ കൊടുക്കുമെന്നുള്ള ഒരാൾക്ക് തോന്നുന്ന വിലയിൽ അവർ സാധനങ്ങൾ കൊടുത്തിട്ട് വില ഈടാക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. ഇവരെന്താണ് ഗ്യാസിന്റെ ഷോർട്ടേജ് ആണോ പറയുന്നത് കാരണമായി പറയുന്നത്? അമിത വിലയ്ക്കുള്ള കാരണം അമിത വിലയ്ക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറഞ്ഞില്ല. ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് വരെ അവരൊരുമാതിരി ധാർഷ്ട്യമായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ സുഹൃത്തുക്കളാണ് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അവർ പിന്നെ നമ്മളോട് സഹകരിച്ച് സംസാരിക്കാൻ തുടങ്ങി, മാന്യമായി സംസാരിക്കാൻ തുടങ്ങി. 50 രൂപ കുറച്ച് തരാം, അല്ലെ ബില്ല് കുറച്ച് തരാം. അപ്പം സത്യം പറഞ്ഞാൽ അതിലിരുന്ന ആളല്ല ഇതിന് മെയിനായിട്ടുള്ള ആൾ. അതായത് ഈ കൗണ്ടറിൽ ഇരിക്കുന്ന ആളല്ല നമുക്ക് മെയിനായിട്ട് സംസാരിച്ച് അവിടെ നിന്ന ഒരാളുണ്ട്. പുള്ളിയാണ് പറയുന്നത് ബില്ല് കുറച്ച് കൊടുക്കുക, 50 രൂപ കുറച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് സാധനം വേണ്ട, ആ സാധനം അവിടെ മേടിച്ച സാധനം അവിടെ കൊടുത്തിട്ട് ബില്ലും കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇനിയായാലും ഇങ്ങനെ ഒരു സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിന് മാറ്റം വരണം. ഇപ്പം ഇലക്ഷനും കഴിഞ്ഞിട്ടിരിക്കുന്ന സാഹചര്യമാണ്. ആര് ഭരണത്തിൽ വന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾ ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ടോ? പരാതി നൽകാൻ വേണ്ടിയാണ് തീരുമാനം. ആണെങ്കിലും പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ജ്യോതിഷ് നാരായണനാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എരുമേലി വഴി യാത്ര ചെയ്യുമ്പോഴാണ് എരുമേലി ക്ഷേത്രത്തിന് സമീപത്തുള്ള ശരവണ എന്ന ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറുന്നത്. 4 ദോശയും 3 പൊറോട്ടയും 3 ചായയും മാത്രമാണ് വാങ്ങിയത്. ഇതിനാണ് 430 രൂപയുടെ ബില്ല് ഇദ്ദേഹത്തിന് കടക്കാർ നൽകിയത്. ഇദ്ദേഹം അത് ചോദ്യം ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായി പ്രചരിക്കുകയാണ്. എന്താണെങ്കിലും ഈ അനീതിക്കെതിരെ നിയമപരമായി പരാതി നൽകി മുന്നോട്ട് പോകാനാണ് ജ്യോതിഷിൻ്റെ തീരുമാനം. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.